ഈ പാവക്കാന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കയ്പ് എന്നും പറഞ്ഞാണ്ട് എല്ലാവരും അടുക്കളയിൽ നിന്നും ചട്ടിയിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തും. ഇത് വെച്ചിട്ട് ഈ ഒരു പാവയ്ക്ക നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നടുഭാഗം അങ്ങോട്ട് എടുത്തോളിട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. ഇതിൻ്റെ നമ്മൾ കീറാനോ ഇതിൻ്റെ ഉള്ളത്തെ കുരു കളയാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. ആ ഒരു നടുഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറം ഭാഗത്തുള്ള എല്ലാതും കിട്ടുകയും ചെയ്യും. ആ ഒരു ഉൾഭാഗം അങ്ങനെ വേറെ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ആ ഒരു ഉൾഭാഗം നമുക്ക് ഒഴിവാക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡും മറ്റേ സൈഡും നമുക്ക് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും മക്കളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ഒരു പാവക്ക കൊണ്ടുള്ള രണ്ട് വിഭവം ഒഴിവാക്കില്ല. പിന്നെ എന്നും നിങ്ങൾ പാവക്ക വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഈ പാവക്ക നമുക്ക് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഗുണങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ലേ. ഇത് കയ്പ്പ്, വലിയൊരു കയ്പ്പാണ്. ആ ഒരു തലവേദന കാരണമാണ് എല്ലാവരും മാറ്റി നിർത്താറ്. ഈ ഒരു സംഭവങ്ങൾ ഇതുപോലെ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടോ. പാവക്ക ഇഷ്ടമില്ലാത്ത പോലും കഴിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. നമ്മളിത് എന്താ വെച്ചാൽ കുരു തീരെ മൂക്കാത്ത കയ്പങ്ങ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ കുരുകളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ചെറിയ ഒരു മൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം, കാരണം ഏത് കയ്പങ്ങൻ്റെയും നടുവിൽ ഭാഗത്തെ ആ ഒരു കുരും ചോറൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡിലും അങ്ങനെ കുരും ചോറൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പൊതുവെ ഈ കയ്പങ്ങൊക്കെ കട്ട് ചെയ്യുമ്പം അധികം ചോറൊന്നും കളയാറില്ല. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തുള്ള ചോറും കുരും കുറച്ച് മാത്രം നല്ലോണം കട്ടിയിൽ മൂത്ത ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഒഴിവാക്കണുള്ളൂ കേട്ടോ. ഈ ഒരു കയ്പങ്ങൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു സ്പോഞ്ച് പോലെയാണല്ലോ ഉണ്ടാകുക, ആ കുരുവിൻ്റെ ഭാഗം, ആ സ്പോഞ്ച് പോലുള്ള ഭാഗമാണ് നമ്മളിങ്ങനെ ആ ഒരു ഇത് വെച്ച് അരുതിയപ്പോൾ നമ്മളിങ്ങനെ കണ്ടല്ലോ നല്ല പഞ്ഞിക്കെട്ട് പോലെ. അതൊന്നും കളഞ്ഞിട്ടില്ല, മുഴുവനും ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളത്. രണ്ട് വിഭവത്തേക്കും വേണം കേട്ടോ പുളി. അപ്പോൾ വാളംപുളിയാണ്. കുറച്ച് പുളി എടുത്തിട്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുളി അത് നമുക്ക് അങ്ങനെ വെള്ളത്തിലിടാനൊന്നും ഉള്ളതല്ല. അതിൻ്റെ ഈ ഒരു കുരു ഉണ്ടല്ലോ, കുരു ഒന്ന് ഒഴിവാക്കണം കേട്ടോ, കുരു ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഓയിലായാലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം കേട്ടോ. മറ്റത് അവിടെ നിൽക്കട്ടെ, അത് ഇതൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കുക. എന്നിട്ട് ആ ഓയിലൊന്ന് നല്ലോണം ചൂടായ സമയത്ത് ഇതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തല്ലോ, ഈ ഒരു ഓയിൽ ഒരു തുള്ളി പോലും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു പാവപ്പെട്ട പാവക്ക നല്ലോണം ഒന്നും കൂടി മൊരിയും ചെയ്യും. അപ്പോൾ ഇത് നല്ലോണം കുക്കായി നമുക്ക് ഈ ഒരു പാചകം ചെയ്യണമെങ്കിൽ കറക്റ്റായി വേവായി എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ കിട്ടും. അപ്പോഴാണ് ഈ ഒരു എണ്ണ നമുക്ക് മാറി കിട്ടും ചെയ്യുക, തെളിഞ്ഞിട്ട് ചട്ടിയിൽ തന്നെ കിട്ടുക. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള എണ്ണയെ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ, ഒന്ന് വറുത്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയുമോ, നമുക്ക് എത്രയോ ആളുകളുണ്ട് കയ്പങ്ങനെ കുറിച്ച് അറിയാത്ത ആളുകൾ, അറിയാതെ പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാതെ കിടന്ന് ഇതാവണ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കയ്പങ്ങ അയലത്ത് പോലും അടുപ്പിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവുകയും ചെയ്യും, പോരാത്തിന് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു മാസം വരെ കേടാവാതെ സൂക്ഷിച്ച് കഴിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാനിതിങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ കയറ്റി വെച്ചെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ചട്ടിൻ്റെ ചൂട് സൈഡിലൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചത് അതങ്ങനെ തന്നെ അവിടെ ഉണ്ട്, കണ്ടില്ലേ. ആ ഒരു കയ്പങ്ങ ആ എണ്ണൊക്കെ ആദ്യം ഒന്ന് കുടിച്ച്, പിന്നെ ഇത് നെരിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ കുടിച്ച എണ്ണൊക്കെ കക്കി അങ്ങോട്ട് തന്നെ ചാടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകണ വരെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും, കാരണം കുറച്ച് കയ്പങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം.
നല്ലോണം പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്, മുരിഞ്ഞ്. ഇപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് തൊട്ടാൽ നല്ലോണം നെരിഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ പൊടി അത്രക്കുമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/2 ടേബിൾ സ്പൂണ് ഉഴുന്നൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഉഴുന്ന് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിന് പകരം നിങ്ങൾ ലേശം 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കൊത്തമല്ലിയാണ്. പച്ച കൊത്തമല്ലി, പച്ചമല്ലി എന്നൊക്കെ പറയും, അപ്പോൾ കൊത്തമ്പാലി എന്നും പറയും. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. കുറയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതാണ് മക്കളെ ഈ ഒരു കൊത്തമല്ലിയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൊത്തമല്ലിയും ഇട്ടെടുത്തിട്ട് അത് രണ്ടും ഒന്ന് മുരിയണ വരെ ഒന്ന് കാത്തിക്കുക. അതൊക്കെ പെട്ടെന്ന് നമ്മൾ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കണം. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്ലെയിം പറ്റ കുറക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ഉഴുന്ന് പരിപ്പും കൊത്തമല്ലിയും കരിയാനായും തോന്നിയപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ കരിയാനുള്ള അവസരം കൊടുക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്, വറ്റൽമുളക് കേട്ടോ. ഒരു 4-5 എടുത്തോളി. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും കരുതണ്ട. കാരണം പച്ചമുളക് വെച്ചിട്ട് ചെയ്യേണ്ടതിന് പച്ചമുളക് വെച്ചിട്ട് ചെയ്യുക, പക്ഷേ വറ്റൽമുളക് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് പച്ചമുളകിന് പകരം വറ്റൽമുളകിന് പകരം പച്ചമുളക് എന്ന് കരുതിയിട്ട് യാതൊരു കാര്യമില്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേക വെറൈറ്റി ടേസ്റ്റുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പം വറ്റൽമുളകാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്തൊക്കെ നല്ലോണം ഫ്ലെയിം കുറച്ചേക്കണം കേട്ടോ. പെട്ടെന്ന് കരിയാനും ഒക്കെ സാധ്യത ഉണ്ട് ഈ മുളക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിമൊക്കെ കുറച്ചിതാ നല്ലോണം ഒന്ന് കളർ ചേഞ്ചായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുരുവൊക്കെ കളഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ, അതും ഇതുപോലെ ഒന്നിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ടുകൊടുത്തത് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ, സാമ്പാർ കായം, അതായത് നമ്മൾ പാൽക്കായം. അത് ചെറിയ 2 പൊട്ടെടുത്തിട്ട് അതും കൂടെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാണ് കേട്ടോ. അപ്പം സാമ്പാർ കായൊന്നും പൊതുവേ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു സാമ്പാർ കായത്തിൻ്റെ ചെറിയ 2 കഷ്ണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അതും കൂടെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത്തിരി ഓയിലുണ്ടല്ലോ, അപ്പോൾ ആകെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഒന്ന് ചെയ്തല്ലേ. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു പിടി തേങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു തേങ്ങ കുറച്ചൊന്നും ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ഇല്ലി കറിവേപ്പില എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കറിവേപ്പൊക്കെ നെരിഞ്ഞ് തേങ്ങയൊക്കെ നല്ലോണം മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തേനി. പക്ഷേ നമുക്കിതൊന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം, നമ്മുടെ ഈ ഒരു ചട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഒരു ചട്ടിയിലാണ് ഇനി നമുക്കുള്ള പരിപാടി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാവക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ചെറിയ രീതിയിലുള്ള നല്ലൊരു പെറലായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും ആ ഒരു കറി. അപ്പോൾ ആ ഒരു കറി ചെയ്യാനും വലിയൊരു ബുദ്ധിമുട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളായിട്ട് ചേർക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകും ചേർക്കുക. നമ്മളിപ്പോൾ മറ്റതൊക്കെ ചെയ്തത് ഓയിലാണ്, പക്ഷേ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള കയ്പം കണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടെയാണ് കേട്ടോ. നമുക്ക് നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൂട്ടാനുണ്ടാക്കാനും സമയമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് അതുപോലെ തന്നെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും, 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റൊക്കെ, എന്താ വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിട്ട പുളി ഉണ്ടല്ലോ അതൊന്ന് പിഴിയണ സമയം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് നിൽക്കട്ടെ. പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടാനിലേക്ക് കൊടുമ്പുളി ആഡ് ചെയ്യരുത് കേട്ടോ. കൊടുമ്പുളി ആഡ് ചെയ്താൽ ഇതിന് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇതിലേക്ക് വാളംപുളി തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും പിഴിയേണ്ട ആവശ്യം വന്നിട്ടില്ല. കുരും എല്ലാം വെവ്വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം,
ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരൊറ്റ തക്കാളി കേട്ടോ, ഒരൊറ്റ തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം, ഈ ഒരു ഇത്രയും അളവിലുള്ള കൈപ്പങ്ങയിലേക്ക് 2 തക്കാളി, ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ 1. അപ്പോൾ ഇത്രയും മതി. ഇനി ഈ ഒരു തക്കാളിയും ഇതും എല്ലാം കൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പം മൂടി വെക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ, എന്താ വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. കാരണം ചിലവർക്ക് നല്ല എരിവ് ഇഷ്ടമാണ്. കാരണം അങ്ങനെ എരിവ് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കോളി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അടുക്കളയിലുള്ള കുറച്ച് പൊടികളെ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യരുത്. ചില ആളുകൾക്കൊക്കെ ഉണ്ട് എല്ലാത്തിലും ഗരം മസാലൻ്റെ ഇത് ചേർക്കൽ. പക്ഷേ ചില സാധനത്തിക്കൊക്കെ നമ്മൾ ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ അതല്ലാതെ വേറെന്തോ ആവും. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ ഗരം മസാല ഒന്നും ചേർക്കല് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ആ ഒരു പുളിവെള്ളവും ഉപ്പും, പിന്നെ ഉപ്പ് ഇതിൽ കുറച്ചൊന്ന് കണ്ടറിഞ്ഞ് വേണം കേട്ടോ. കാരണം നമുക്ക് ഒട്ടും കയ്പേ ഉണ്ടാവില്ല. ഈ ഒരു 2 സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന 2 സംഭവങ്ങളും ഒരിക്കലും ഒരിത്തിരി പോലും കയ്പ് ഏഴായാലത്ത് പോലും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ച് സമയം മൂടി വെച്ചപ്പോഴേക്കും നല്ലൊരു കാണാൻ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ലും ഭംഗിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാവക്ക കൈപ്പങ്ങ, നമ്മളിപ്പോൾ ഇതിന് കൈപ്പങ്ങ എന്നാട്ടെ പറയല്. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാ നാട്ടുകാരും ഇത് കാണണമല്ലേ, മലപ്പുറം ജില്ലക്കാർ മാത്രമല്ലല്ലോ, അതുകൊണ്ടാണ് പാവക്ക എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 സാധനം എടുത്ത് കുത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പം ഏത് ഇഷ്ടമില്ലാത്തോലും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ കഴിക്കും. പിന്നെ ഇനി ഗുണങ്ങളൊന്നും വലിയ മൈൻഡ് ചെയ്യാത്തോലും ഇതിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഇതിൻ്റെ സ്വാദും രുചിയും അറിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പങ്ങക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാതെ തന്നെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ആ കുത്തിയത് എന്താ വെച്ചാൽ നമ്മളിതിൽ കായട്ടീനില്ല, പാൽക്കായം, സാമ്പാർ കായം, അത് ഒന്ന് കുത്തി കൊടുത്തതാണ്. കാരണം മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതൊന്ന് പൊടിച്ച് ചെറുതാക്കി ഒന്ന് കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ണമൊക്കെ ആക്കി ഇട്ടാൽ, അപ്പോൾ അതൊന്ന് കുത്തിയിട്ട് കൊടുത്താണ് കേട്ടോ. ഏതായാലും മക്കളെ ഈ ഒരു പൊടി, ഈ ഒരു ചമ്മന്തിപ്പൊടി നല്ലതെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളിത് കുറേ ദിവസത്തിന്, 1 മാസത്തിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ദൂരെ യാത്രക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളെ അടുത്ത് നമ്മൾ പോവുകയാണെങ്കിലും, അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കൈപ്പങ്ങ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഫ്രിഡ്ജൊന്നും സൗകര്യമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് കാത്തു വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മിക്സിഡ് ജാറുണ്ടല്ലോ, ഇത് പൊടിച്ചെടുക്കുന്ന ജാറ്, അത് ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ ലൈക്ക് ചെയ്യാം. മറന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും ലൈക്കൊക്കെ കൊടുക്കുക. കാരണം അത്രക്കും വെറൈറ്റിയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. കാരണം എല്ലാവരും ഈ ഒരു പൊടി, ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കട്ടെ, ഇഷ്ടാവും. ഈ ഒരു കയ്പിൻ്റെ യാതൊരു അംശമില്ല കേട്ടോ ഈ 2 വിഭവത്തിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആരും പാവക്കൊന്നും കളയല്ലേ, വാങ്ങാതിരിക്കല്ലേ, ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.